إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 41ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, ഫകൈഫ അപ്പോൾ എങ്ങനെയിരിക്കും, ഇദാ ജിനാ നാം കൊണ്ടുവരുന്ന സന്ദർഭം, മിൻ കുല്ലി ഉമ്മത്തിൻ ഓരോ സമുദായത്തിലും ബിശഹീദ് എന്നതിന്റെ സാക്ഷികളെ കൊണ്ടുവരുന്ന സന്ദർഭം എന്ന് പറഞ്ഞ മഅ്ശറാ വൻസബിയിൽ ഒരുപാട് സമുദായങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുകയും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലുമാരെ അവർക്ക് സാക്ഷിയായി കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന സന്ദർഭമാണ്. നോക്കൂ നിങ്ങൾ, അത് കഴിഞ്ഞുള്ള പറയുകയാണ്, നബിയെ താങ്കളെ നാം കൊണ്ടുവരികയും ചെയ്താൽ അലാ ഹൗലായി ഇക്കൂട്ടരുടെ മേൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ മക്കക്കാരുടെ മേൽ ഷഹീദൻ സാക്ഷിയായി, ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി താങ്കളെ നാം കൊണ്ടുവരികയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, അപ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഈ ആയത്തിന്റെ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. നോക്കൂ നിങ്ങൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആവശ്യപ്പെടുകയാണ്, ഇബ്നു മസ്ഊദ് എനിക്ക് നീ ഖുർആൻ പാരായണം ചെയ്തു തരണം. നോക്കൂ, അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിന് പ്രത്യുത്തരമായി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾക്കല്ല ഖുർആൻ അവതരിച്ചത്, ഞാൻ എന്തിനാണ് താങ്കൾക്ക് ഈ ഖുർആൻ പാരായണം ചെയ്തു തരുന്നത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് മറ്റൊരാളിൽ നിന്നും ഖുർആൻ പാരായണം കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് പാരായണം ചെയ്തു തരണം. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സൂറ നിസാ ആണ് പാരായണം ചെയ്തത്. അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് ഈ ആയത്തിലെത്തി. ആ സമയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മതി, ഇവിടെ നിർത്തൂ എന്ന് പറഞ്ഞു. ആ സമയം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീർ വാർത്തുകൊണ്ട് കരയുകയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുകയാണ്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ നോക്കൂ, ഒരു കുറ്റവാളിയായിട്ടല്ല, വെറും ഒരു സാക്ഷിയായി ഇക്കൂട്ടരുടെ മേൽ താങ്കളെ നാം കൊണ്ടുവരുന്ന സന്ദർഭം അതെങ്ങനെ ഇരിക്കുമെന്നോർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നോക്കൂ, ആ രാജാതിരാജനായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ പലതരം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന നമ്മുടെ അവസ്ഥ എന്താണ് ഓർത്തുകൊണ്ട് നാം ഈമാൻ വർദ്ധിപ്പിക്കണം, തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം, നല്ലൊരു വ്യക്തിയായി മാറണം എന്നൊക്കെയാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് അല്ലാഹു സദുപദേശിക്കുന്നത്. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.